അടുത്ത കോൺട്രാസെപ്റ്റീവ്സ് ആണ് ബാരിയർ മെത്തേഡ്. നാച്ചുറൽ മെത്തേഡ് കഴിഞ്ഞുള്ളതാണ് ബാരിയർ മെത്തേഡ്. ബാരിയർ മെത്തേഡിൽ സംഭവിക്കുന്നത് ഇതുപോലെ തന്നെ സ്പേമിൻ്റെയും ഓവത്തിൻ്റെയും മീറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാണ്. ഫിസിക്കൽ മീറ്റിംഗ്, ഓവം സ്പേമും ഫിസിക്കലി മീറ്റ് ചെയ്യണത് പ്രിവെൻറ്റ് ചെയ്യാണ് ബാരിയർ മെത്തേഡിൽ സംഭവിക്കുന്നത്. ഫിസിക്കൽ മീറ്റിംഗ് ഓഫ് ഓവം ആൻഡ് സ്പേം പ്രിവെൻറ്റഡ്. ഫിസിക്കലി ഓവം സ്പേമും മീറ്റ് ചെയ്യണത് പ്രിവെൻറ്റ് ചെയ്യുക സം ബാരിയേഴ്സ് വെച്ചിട്ട്. അത് മെയിലിലും ഫീമെയിലിലും ഈ മീറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യുക. സോ ബാരിയർ മെത്തേഡ് മെയിലിലും ഫീമെയിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ബാരിയർ മെത്തേഡിന് നമുക്ക് മെക്കാനിക്കൽ ഡിവൈസസുകളെന്നും പറയാം. ബാരിയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഡിവൈസസ് എന്ത് ചെയ്യണു? പ്രിവെൻറ്റ് മീറ്റിംഗ് ഓഫ് ഓവം ആൻഡ് സ്പേം. ഇനി ഈ മെത്തേഡിൻ്റെ പ്രത്യേകത, ബാരിയർ മെത്തേഡിൻ്റെ പ്രത്യേകത സെൽഫ് ഇൻസേർട്ടഡ് ആണ്. അതിന് വേറെ ഒരാളുടെ സഹായം ആവശ്യമില്ല, നമുക്ക് സ്വയം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് യൂസ് ചെയ്യുന്ന ആൾക്ക് കംപ്ലീറ്റ് പ്രൈവസി എൻഷുർ ചെയ്യാൻ പറ്റും. സോ സെൽഫ് ഇൻസേർട്ടഡ് ബൈ ദ യൂസർ ഇൻ കംപ്ലീറ്റ് പ്രൈവസി. സോ പ്രൈവസിയോടുകൂടി ഒരാൾക്ക് സ്വയം ഉപയോഗിക്കാൻ പറ്റുന്ന, സെൽഫ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ബാരിയർ മെത്തേഡ്. ഇനി അതിന് എക്സാമ്പിളുകളാണ് ബാരിയർ മെത്തേഡിൽ കോണ്ടംസ്, ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്പ്, വോൾട്ട്. കോണ്ടംസ്, ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്പ് ആൻഡ് വോൾട്ട്. ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാരിയർ മെത്തേഡുകൾക്ക് എക്സാമ്പിളാണ്. ആദ്യത്തെയാണ് കോണ്ടംസ്. ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന പേരാണ് ബാരിയർ മെത്തേഡിൽ കോണ്ടംസ്. ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യണമെന്ന് വേണമെങ്കിൽ പറയാം കോണ്ടംസ്. കോണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കനം കുറവുള്ള റബ്ബർ അല്ലെങ്കിൽ ലാറ്റക്സ് ഷീത്ത് വെച്ച് ഉണ്ടാക്കിയത്. സോ കോണ്ടംസ് ഉണ്ടാക്കിയിരിക്കുന്നത് റബ്ബർ അല്ലെങ്കിൽ ലാറ്റക്സ് ഷീത്താണ്. വളരെ തിന്നായിട്ടുള്ള റബ്ബർ അല്ലെങ്കിൽ ലാറ്റക്സ് ഷീത്താണ് ആക്ച്വലി കോണ്ടം എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു ബാരിയർ മെത്തേഡ് മെയിലിലും ഫീമെയിലും ഉണ്ടെന്ന്. സോ ഈ കോണ്ടം ഇതുപോലെ മെയിലിലും ഫീമെയിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ തിൻ ലാറ്റക്സ് അല്ലെങ്കിൽ റബ്ബർ ഷീറ്റ് കവർ ചെയ്യുന്നത് പെനിസ്, മെയിലിലാണെങ്കിൽ പെനിസ് എന്ന് പറഞ്ഞ ഭാഗത്തിനെയും ഫീമെയിലാണെങ്കിൽ വെജൈന ആൻഡ് സെർവിക്സിനെയാണ് അത് കവർ ചെയ്യണത്. സോ ഈ കോണ്ടം വെച്ചിട്ട് പെനിസിനെ കവർ ചെയ്യാം മെയിലാണെങ്കിൽ, ഫീമെയിലാണെങ്കിൽ വെജൈന ആൻഡ് സെർവിക്സിനെ കവർ ചെയ്യും, ഫീമെയിലിൽ കവർ ചെയ്യും. ഫീമെയിലാണെങ്കിൽ സെർവിക്സ് ആൻഡ് വെജൈനയിൽ കവർ ചെയ്യും. എപ്പോഴാണ്? ജസ്റ്റ് ബിഫോർ കോയിറ്റസ്, സെക്ഷൽ ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ കോയിറ്റസിന് ജസ്റ്റ് മുമ്പായിട്ട് ഈ പറഞ്ഞ തിൻ റബ്ബർ ഓർ ലാറ്റക്സ് ഷീറ്റ് വെച്ചിട്ട് ഈ റിപ്രൊഡക്റ്റീവ് പാർട്ടിനെ കവർ ചെയ്യാം. അങ്ങനെ കവർ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇജാക്കുലേറ്റ് ചെയ്ത സെമൻ ഒരിക്കലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എത്തില്ല. ബിക്കോസ് ദർ ഈസ് എ കവറിങ്. ഫിസിക്കലി ഓവത്തിൻ്റെയും സ്പെർമിൻ്റെയും മീറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാണ്. സോ ഇജാക്കുലേറ്റഡ് സെമൻ വുഡ് നോട്ട് എൻറ്റർ ഇൻ ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. സോ മെയിലാണ് പെനിസിലാണ് ഈ പറഞ്ഞ കോണ്ടംസ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഇജാക്കുലേറ്റ് ചെയ്ത സെമന് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് വെജൈനയിലേക്കോ സെർവിക്സിലേക്കോ എത്തില്ല. ഈവൻ ഫീമെയിൽ യൂസ് ചെയ്യുകയാണെങ്കിലും ഇജാക്കുലേറ്റ് ചെയ്ത സ്പേം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എത്തില്ല. സോ ഇജാക്കുലേറ്റ് ചെയ്ത സ്പേം ഒരിക്കലും റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എത്താത്തത് കൊണ്ട് അവിടെ കൺസെപ്ഷനുള്ള ചാൻസുകളില്ല, അല്ലെങ്കിൽ അത് പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യില്ല. അതൊരു മെത്തേഡാണ് കോണ്ടം. സോ ഫിസിക്കൽ മീറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യുക, ഓവത്തിന് സ്പേമിൽ ഫിസിക്കൽ മീറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോണ്ടത്തിൻ്റെ ഉദ്ദേശം. ഒരു ലാക്ടക്സ് അല്ലെങ്കിൽ റബ്ബർ ഷീറ്റ് വെച്ച് ആ റീപ്രൊഡക്റ്റീവ് പാർട്ടായ പെനിസ് അതുപോലെ ഫീമെയിലാണെങ്കിൽ വെജൈന ആൻഡ് സെർവിക്സ് കവർ ചെയ്യുക. അതുവഴി ഇജാക്കുലേറ്റ് ചെയ്ത സെമൻ അഥവാ സ്പേം ഒരിക്കലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എത്തില്ല. അതുകൊണ്ട് തന്നെ ആ കവറിങ് ഉള്ളതുകൊണ്ട് എത്താത്തത് കൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കില്ല, അല്ലെങ്കിൽ കൺസെപ്ഷൻ നടക്കില്ല. ഇനി അടുത്തത് ഇതിൻ്റെ പ്രത്യേകത, ഈ പറഞ്ഞ ബാരിയർ മെത്തേഡിൽ കോണ്ടത്തിൻ്റെ പ്രത്യേകത ഈസിലി ഡിസ്പോസിബിൾ ആണ്. സോ ഡിസ്പോസിബിൾ എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് കാര്യമാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത്, വൺ ടൈം യൂസാണ്. അതുപോലെ ഇറ്റ് പ്രിവെൻറ്റ് കൺസെപ്ഷൻ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ഡിസ്പോസിബിളാണ്, കൺസെപ്ഷൻ അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ നമുക്ക് നടത്താം. കൺസെപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ, ബർത്ത് കൺട്രോളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ നിരോധ് എന്ന് പറഞ്ഞ ഒരു പോപ്പുലറായിട്ടുള്ള കോണ്ടത്തിൻ്റെ ഒരു ബ്രാൻഡാണ്, മെയിലിൽ യൂസ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ ഫാമിലി വെൽഫെയർ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫാമിലി വെൽഫെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന നിരോധ് എന്ന് പറഞ്ഞ ഏറ്റവും പോപ്പുലറായിട്ടുള്ള മെയിൽ കോണ്ടത്തിൻ്റെ പേരാണ് നിരോധ്. അതുപോലെ കോണ്ടത്തിൻ്റെ യൂസേജ് റീസെൻറ്റ് ഇയേഴ്സിൽ ഒരുപാട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഈ കോണ്ടത്തിൻ്റെ യൂസേജ് റീസെൻറ്റ് ഇയേഴ്സിൽ ഒരുപാട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ, ഒന്ന്, ഈ കോണ്ടംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രൊട്ടക്റ്റിംഗ് യൂസർ ഫ്രം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആൻഡ് എയ്ഡ്സ്.
ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ എയ്ഡ്സ് പോലത്തെ ഡിസീസുകളിൽ നിന്നൊക്കെ അത് സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്ന് ഒരുപാട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കോണ്ടംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റുകൾ തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. സോ അത് തന്നെ ഈ ലിക്വിഡുകൾ തമ്മിലുള്ള ട്രാൻസ്ഫർ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ കോണ്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, അവിടെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ ഒരുപാട് കുറയാൻ തുടങ്ങും, ഇല്ലാണ്ടാവും. അപ്പോൾ രണ്ടാമത്തത് ഇറ്റ് ക്യാൻ ബി സെൽഫ് ഇൻസേർട്ടഡ് ദെയർ ബൈ പ്രൈവസി ടു ദ യൂസർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇത് സെൽഫ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ യൂസറിന് കംപ്ലീറ്റ് പ്രൈവസി ഉണ്ടാവും, വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാരിയർ മെത്തേഡാണ് കോണ്ടംസ്. എസ്പെഷ്യലി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഇതൊരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാരിയർ മെത്തേഡാണ് കോണ്ടംസ്. എസ്പെഷ്യലി നമ്മുടെ സെക്സ് വർക്കേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ കമ്പൽസറി ഇത് യൂസ് ചെയ്യാൻ തന്നെ നമ്മൾ പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ബർത്ത് കൺട്രോളും നടക്കും, അതുപോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ എണ്ണം ഒരുപാട് കുറയാൻ തുടങ്ങും. സോ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കുറയാനും അതുപോലെ ആ പ്രൈവസി ഉള്ളത് കൊണ്ടും എന്താണ് ഈ കോണ്ടത്തിൻ്റെ യൂസേജ് ഒരുപാട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ബാരിയർ മെത്തേഡാണ് ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്പ്, വോൾട്ട്. ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ്, വോൾട്ട്. ഈ കോൺട്രാസെപ്റ്റീവ്സ് ഡിവൈസ് ആയിട്ടുള്ള ബാരിയർ എന്ന് പറയുന്നത് ഫീമെയിലിൽ മാത്രമേ യൂസ് ചെയ്യുന്നതാണ്. സോ മെയിലിൽ യൂസ് ചെയ്യുന്നത് കോണ്ടംസ് മാത്രമാണ്. കോണ്ടംസ് മെയിലും ഫീമെയിലും യൂസ് ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ്, വോൾട്ടൊക്കെ ഈ കംപ്ലീറ്റ് ബാരിയറും യൂസ് ചെയ്യുന്നത് ഓൺലി ഫീമെയിൽ ബോഡിയിലാണ്. സോ അത് ഇതുപോലെ തന്നെ റബ്ബർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, മെയ്ഡ് ഓഫ് റബ്ബർ ആൻഡ് ഇൻസേർട്ടഡ് ഇൻ ടു ഏത് ഭാഗത്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലാണ്. സോ ഫീമെയിലാണ് ഈ പറഞ്ഞ ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്പ്, വോൾട്ടുകളൊക്കെ യൂസ് ചെയ്യുന്നത് ഫീമെയിലാണ്. എവിടെയാണത്? ടു കവർ സെർവിക്സ്. സെർവിക്സിലാണ് ഇത് കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഡ്യൂറിങ് കോയിറ്റസ്. സോ സെക്ഷൽ ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ കോയിറ്റസ് സമയത്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ സെർവിക്സ് കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്പ്, വോൾട്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് ബാരിയേഴ്സ് ഓൺലി യൂസ്ഡ് ഇൻ ഫീമെയിൽ. ഫീമെയിലിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ് ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ് ആൻഡ് വോൾട്ട്. അതേസമയം കോണ്ടംസ് മെയിലിലും ഫീമെയിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ പറഞ്ഞതിൻ്റെ പ്രത്യേകത, ഈ സെർവിക്കൽ ക്യാപ്പ് അഥവാ വോൾട്ട് അല്ലെങ്കിൽ ഡയഫ്രംസ് ഒക്കെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ്, അതായത് സെർവിക്സിനെ കവർ ചെയ്ത് ഉപയോഗിക്കുമ്പോഴുള്ള പ്രത്യേകത, ദേ പ്രിവെൻറ്റ് കൺസെപ്ഷൻ, പ്രഗ്നൻസി തടയും, ബൈ ബ്ലോക്കിംഗ് എൻട്രി ഓഫ് സ്പേം ത്രൂ സെർവിക്സ്. സോ സ്പേമിന് സെർവിക്സിലൂടെ പാസ് ചെയ്ത് പോകാൻ പറ്റില്ല. വൺ സെർവിക്സിലൂടെ പാസ് ചെയ്ത് പോയാൽ അത് ഫെല്ലോപ്പിയൻ ട്യൂബ് അഥവാ ഓവിഡക്റ്റിലെത്തുള്ളൂ. അവിടെ എത്തിയാൽ മാത്രമേ സ്പേമിന് ഓവത്തിനെ മീറ്റ് ചെയ്യാനും ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള സാധ്യതയുള്ളൂ. സോ സെർവിക്സ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അവിടെ തന്നെ ഒരു ബ്ലോക്കേജ് വരികയാണ്. സോ സെർവിക്സ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ്, വോൾട്ടൊക്കെ വെച്ച് സെർവിക്സ് ഫീമെയിലിന് ബ്ലോക്ക് ചെയ്തുകൊണ്ട് എൻട്രി ഓഫ് സ്പേം സെർവിക്സിൻ്റെ അവിടെ നിന്ന് അപ്പുറത്തേക്കില്ല. സോ അവിടെ ബ്ലോക്ക്ഡാണ്. സോ അപ്പോൾ അവിടെ നിന്ന് ഓവിഡക്റ്റിലേക്ക് എത്താൻ പറ്റില്ല, ഫെർട്ടിലൈസേഷൻ നടക്കില്ല, കൺസെപ്ഷൻ നടക്കില്ല. അങ്ങനെയാണ് കൺസെപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നത്, ബൈ ബ്ലോക്കിംഗ് എൻട്രി ഓഫ് സ്പേം ത്രൂ സെർവിക്സ്. സോ സെർവിക്സിലൂടെ ഈ സ്പേമിന് മൂവ് ചെയ്ത് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെല്ലോപ്പിയൻ ട്യൂബിലേക്ക് എത്താൻ പറ്റില്ല. അങ്ങനെ അതുവഴി കൺസെപ്ഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഡയഫ്രംസ് അതുപോലെ സെർവിക്കൽ ക്യാപ്പ്, വോൾട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റീയൂസബിൾ ആണ്. ഒരു അറ്റ് എ ടൈം വൺസ് യൂസേജ് അല്ല. കോണ്ടംസ് നമ്മൾ എന്താ പറയുക, ഡിസ്പോസബിൾ ആണ്. ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോണ്ടംസ് നമുക്ക് കളയാം, അത് വളരെ ചീപ്പായിട്ട് ഇതാണ്. അതേസമയം ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്പ്, വോൾട്ടുകളൊക്കെ റീയൂസബിൾ ആണ്. ഒരിക്കൽ യൂസ് ചെയ്താൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി പറഞ്ഞാൽ നമ്മൾ ഏത് ബാരിയർ മെത്തേഡ് ആയിക്കോട്ടെ, നമ്മുടെ കോണ്ടംസ് ആയിക്കോട്ടെ, മെയിലിലും ഫീമെയിലും യൂസ് ചെയ്യുന്ന കോണ്ടംസ് ആയിക്കോട്ടെ, ഫീമെയിലിൽ മാത്രം യൂസ് ചെയ്യുന്ന ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്പ്, വോൾട്ട് ആയിക്കോട്ടെ, ഇതേത് ബാരിയർ മെത്തേഡ് യൂസ് ചെയ്യണം, ഇതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടുള്ള സ്പെർമിസൈഡൽ ക്രീം. സ്പെർമിസൈഡൽ, സൈഡ് എന്ന് പറഞ്ഞാൽ സൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിങ്, സ്പേമിനെ കില്ല് ചെയ്യുന്ന ക്രീമുകളോ ജെല്ലീസോ ഫോംസോ, സ്പെർമിസൈഡൽ ക്രീമുകളോ ജെല്ലികളോ ഫോംസുകളോ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ബാരിയറിൻ്റെ കൂടെ ഈ പറഞ്ഞ ക്രീം, ജെല്ലീസ്, ഫോംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കോൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും.
ഒരുപാട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞത് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട്, ഉറപ്പിക്കാനായിട്ട് ഈ പറഞ്ഞ സ്പെർമിസൈഡൽ ക്രീം, ജെല്ലീസ്, ഫോംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അലോങ് വിത്ത് ദീസ് ബാരിയർ, ഈ ബാരിയറിൻ്റെ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പിക്കാം ഇൻക്രീസ് കോൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി. കോൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി ഒരുപാട് വർദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. ഒരു ബർത്ത് കൺട്രോൾ ഓപ്ഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ബാരിയർ മെത്തേഡ്. കോണ്ടംസ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ, ഡയഫ്രം, cervical cap and volt in female only.